ഉള്ളൂ അതിൻ്റെ ശബ്ദവും ഇങ്ങനെ ഇരിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ വിചാരിക്കുന്നത് I will show some bits and pieces of this whole week. എനിക്കിപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ, ഞാൻ അങ്ങനെ കാണിക്കണോ അതോ ഈ ഒരു ഡേ കാണിക്കണമെന്ന്. ഈ ഒരു ഡേ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ഐ എം ജസ്റ്റ് സിറ്റിംഗ് അറ്റ് ഹോം. പക്ഷെ കുറച്ച് കുക്കിങ്ങും അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇന്നത്തെ ഒരു ഡേ കാണിക്കണം അതോ ഈ ആഴ്ചത്തെ. ബിക്കോസ് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച എപ്പോഴും ഇങ്ങനൊരു വീക്കിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസ് എടുത്ത് തുടങ്ങിയിട്ട് അത് ഒരു 2 ദിവസം പോലും ഞാൻ ലൈക്ക് അത്രയും പോലും ക്ലിപ്സ് ഇല്ലായിരുന്നു അതിൽ, ലൈക്ക് ബിക്കോസ് കുറേയൊക്കെ ഞാൻ മറന്നുപോയി. അതുകൊണ്ടുള്ളൊരു കൺഫ്യൂഷൻ. പക്ഷേ ഇപ്പം എടുത്ത് തുടങ്ങിയപ്പം ഞാൻ ഇൻട്രോ പറയാൻ വന്നപ്പം ഞാൻ വിചാരിച്ചത് ബിറ്റ്സ് ആൻഡ് പീസസ് കാണിക്കാമെന്നാണ്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു ഫുൾ ഡേ കാണിക്കാം. സോ നമുക്ക് ഇന്നത്തെ ഒരു ഡേ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ലൈക്ക് ഫുൾ വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം രാവിലെ എണീറ്റു എന്ന് പറഞ്ഞാലും രാവിലെ എണീറ്റു 9:15 ഉള്ളൂ. സോ പക്ഷെ ഞാനൊരു 8 മണിക്ക് എണീറ്റതാട്ടോ. 8 മണിക്ക് എണീറ്റ് എന്നൊരു 9:15 ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു കോഫി കുടിക്കുന്നു, പാട്ടൊക്കെ കേട്ടിരിക്കുന്നു. പിന്നെന്താ, ഇന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യണം. കാരണം നാളെ തൊട്ട് എനിക്ക് ലൈക്ക് ഫുൾ ഡേ ക്ലാസ്സസാണ്. അപ്പം ഐ ഹാവ് ടു ക്യാരി ബ്രേക്ക്ഫാസ്റ്റ്, ഐ ഹാവ് ടു ക്യാരി ലഞ്ച്. അതുകൊണ്ട് അതെല്ലാം ഞാൻ ഇന്ന് കുക്ക് ചെയ്ത് വെക്കാമെന്നാണ് പ്ലാൻ. ഓക്കെ, ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല, എനിക്ക് വിശക്കുന്നില്ല. നമുക്ക് എന്തായാലും ലഞ്ച് പെട്ടെന്ന് ഉണ്ടാക്കണം. എൻ്റെ ഉറക്കം ഫുൾ പോയിട്ടില്ലെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കോഫി കുടിച്ചിരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ശരി, നമുക്കിത് കുറച്ച് കഴിഞ്ഞ് കാണാം. കോഫിയെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇപ്പോൾ കണ്ട വൈകുന്നേരം പോലെ ഉണ്ടല്ലോ, ബട്ട് ആക്ച്വലി രാവിലെ തന്നെ. പക്ഷേ ഭയങ്കര ക്ലൗഡി ആയിട്ടിരിക്കുക, എന്തോ മഴ പെയ്യും. രാവിലെ നല്ല വെയിലായിരുന്നു, നല്ലൊരു ദിവസമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം ഭയങ്കരമായിട്ട് ക്ലൗഡി ആയിട്ടിരിക്കുക. സോ ഇന്ന് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് ഉച്ചയായി, അങ്ങനത്തെ ബ്രഞ്ചായിട്ടാണ് കഴിച്ചത്. ഇനിയിപ്പം ഡിന്നറിന് എനിക്ക് കുക്ക് ചെയ്യണം. അത് മാത്രമല്ല നാളെ ഫുൾ ഡേ എനിക്ക് ക്ലാസ് ഉണ്ട്. സോ അങ്ങനെ ദിവസം ഇതുവരെ ഞാൻ ഫുഡ് ക്യാരി ചെയ്താൽ കൊണ്ടുപോയത്. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ എനിക്ക് മൂഡില്ല. പക്ഷെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും പാസ്ത എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ക്വിക്കാണല്ലോ, അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പം രാവിലെ ഞാൻ വിചാരിച്ചു കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും കുക്ക് ചെയ്യാം. ഇന്ന് വേറെ ഒന്നുമില്ല, ഒരു അസൈൻമെൻറ്റും ചെയ്യാനുണ്ട്. അത് ഞാൻ വിചാരിച്ചു രാത്രി ആകുമ്പോൾ ചെയ്യാമെന്ന്. ഇപ്പം നമുക്ക് ജസ്റ്റ് ഇപ്പം ജസ്റ്റ് ഹെയർ വാഷൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി വീണ്ടും അങ്ങോട്ട് ഇങ്ങനെ കറക്റ്റ് നടന്നിട്ട് നമുക്ക് അസൈൻമെൻ്റ് ഒക്കെ ചെയ്തിട്ട് പതുക്കെ കുക്ക് ചെയ്യാം. രാവിലെ എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഭയങ്കര മൂഡായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ എനിക്ക് അത്രയും മൂഡില്ലായിരുന്നു. പക്ഷേ രാവിലെ ഞാൻ വീഡിയോ എടുത്തപ്പം എനിക്ക് ഭയങ്കര മൂഡായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് അങ്ങ് ബോറടിച്ചു. സോ ഓക്കെ, അപ്പം കാരണം ഇരുട്ടായി മുറിയിൽ, മനസ്സിലായോ? ഇപ്പം തന്നെ കാണുമ്പം പിന്നെ എൻ്റെ ലൈറ്റ് എടുത്ത് വെക്കണം, അതെനിക്ക് മടിയായി. ഇപ്പം നമുക്ക് എന്തായാലും കുളിച്ചിട്ട് അടുത്ത കാര്യം എന്താ നോക്കാം. ഇന്നൊരു അസൈൻമെൻറ്റ് ചെയ്ത് വെക്കാനാണ്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇത് ചെയ്ത് വെക്കാമെന്ന്. പിന്നെ ഞാനിന്ന് ഫുൾ ഡേ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. പിന്നെ കുറേ സിനിമ കണ്ടു. അപ്പം ഞാൻ വേറൊന്നും പ്രത്യേകിച്ച് ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഈ വീക്കിൽ വേറെ എന്തെങ്കിലും കൂടി നടന്നാൽ, ലൈക്ക് നാളെ ഞാൻ എന്തെങ്കിലും കോളേജിൽ പോകുന്നുണ്ട്, അതിൻ്റെ അടുത്ത ദിവസം മോസ്റ്റ്ലി ഞാൻ കോളേജിൽ പോകുന്നുണ്ട്. സോ ഈ ഒരു വീക്കിൻ്റെ പല കാര്യങ്ങളും എടുത്തിട്ട് ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് ഇത് വീഡിയോ ചെയ്യണം. സോ ഇപ്പോൾ നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. ഒരു വീഡിയോ കണ്ടിട്ട് ആ വീഡിയോനെ പറ്റിയിട്ട് എഴുതാനാണ്. അപ്പം നമുക്കിനിയും അസൈൻമെൻറ്റ് ചെയ്യാം. ഇത് ആക്ച്വലി ചെയ്യാൻ ഒരാഴ്ച ഉണ്ടായിരുന്നു, ബട്ട് ഇന്നാണ് സബ്മിഷൻ. എല്ലാം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. സോ നമുക്കിപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാം സമയം. പിന്നെ ലൈക്ക് ഹെയർ വാഷ് ചെയ്യണം, രാവിലെ എണീക്കണം, സോ നേരത്തെ കിടക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. സോ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കാം. എനിക്ക് ചിരിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പം കുളിയെല്ലാം കഴിഞ്ഞു, കുറച്ച് നേരം മാസ്കൊക്കെ ഇട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ വിചാരിച്ചു. ഇത് കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം, ഉറങ്ങണം, അത്രേ ഉള്ളൂ. സോ ഞാൻ ഇന്നത്തെ ഈ ഒരു കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഞാനിവിടെ എൻഡ് ചെയ്യുക. ബാക്കി നമുക്ക് നാളെ കോളേജിൽ പോകുമ്പോഴൊക്കെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.
കോളേജ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയില്ല, പക്ഷെ ഞാൻ ഫുൾ കിടക്കുമായിരുന്നു ഇത്ര നേരം. വന്നിട്ട് ഞാൻ പിന്നെ കുറേ ഫോണൊക്കെ വിളിച്ച് തന്നിട്ട് ഇപ്പോഴാണ് എണീറ്റത്. ഇപ്പോൾ സമയം 7 മണിയായി, രാത്രി 7 മണിയായി. ബട്ട് നല്ല വെട്ടമുണ്ട്. ഇപ്പോൾ ഒരു 8:30 ഒക്കെ ആവും ഇരുട്ടാൻ. പിന്നെന്താ, നമുക്കിനിയും എന്തെങ്കിലും കുക്ക് ചെയ്യാം. ഇപ്പം എനിക്കങ്ങനെ വിശക്കുന്നില്ല, കാരണം ഞാൻ കോളേജിൽ നിന്ന് വരുന്ന വഴി ഞാൻ ഇച്ചിരി കഴിച്ചു. സോ ഇപ്പം എനിക്ക് വിശക്കുന്നില്ല. പക്ഷെ ഇന്നിനി കുക്ക് ചെയ്ത് വെച്ചാൽ നാളെ മറ്റന്നാൾ നമുക്ക് കുക്ക് ചെയ്യണ്ട. പിന്നെ ഇന്ന് രാത്രി വിശന്നാലും കഴിക്കാം, അങ്ങനെ ഒരു പ്ലാൻ. സോ ഞാൻ വിചാരിച്ചു നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് പോയി എന്തെങ്കിലും കുക്ക് ചെയ്യാം പെട്ടെന്ന്. അങ്ങനെ ഒരു വലിയ അംഗം കഴിഞ്ഞു. ഞാനാണെങ്കിൽ എനിക്ക് കുക്ക് ചെയ്താൽ എനിക്ക് പെട്ടെന്ന് കയറി ഇറങ്ങാൻ എനിക്ക് അതേ പറ്റത്തുള്ളൂ. എനിക്കിങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ അടുക്കള നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല, പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി കുക്ക് ചെയ്യുമ്പോൾ. ഞാനിപ്പം വേറെ ആർക്ക് വേണ്ടി കുക്ക് ചെയ്താലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. ബട്ട് എനിക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ ഞാൻ ഒട്ടും അത് ഞാൻ എൻജോയ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ലൈക്ക് ചില സമയം, ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. എൻ്റെ അമ്മ ആ മുട്ട ഇങ്ങനെ പൊളിച്ചെടുക്കില്ലേ, അത് ബോയിൽ ചെയ്തിട്ട്, ഞാൻ വിചാരിച്ചു എൻ്റെ ഐസിൻ്റെ പകുതി അവിടെ തീർന്നെന്ന്. എത്ര സമയം എടുത്തു എന്നറിയാം അത് ചെയ്യാൻ. ലൈക്ക് അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിഷമം ഒരു 5 മിനിറ്റിനുള്ളിൽ കഴിച്ച് തീരാൻ വേണ്ടിയാണ് ഞാൻ ഈ 3/4 മണിക്കൂർ എടുത്ത് ഇതിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തോന്നി. പക്ഷേ ഞാൻ എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ സ്കിൻ ഇങ്ങനെ പീൽ ചെയ്ത് വന്നിട്ട് അതിൻ്റെ ഷെല്ല് പീൽ ചെയ്ത് വന്നിട്ട് അവസാനം എൻ്റെ കൈ തെളിഞ്ഞപ്പോഴത്തേനും ലൈക്ക് ലാസ്റ്റ് മുട്ടയായി. അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും പക്ഷെ എനിക്കത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നില്ല. എനിക്ക് എപ്പോഴും നോൺ വെജ് ഇങ്ങനെ കുക്ക് ചെയ്താൽ അല്ലെങ്കിൽ എനിക്ക് അത്രയ്ക്ക് വിശന്ന് കണ്ണ് കാണാതെ ഞാൻ കുക്ക് ചെയ്യണം. അല്ലാതെ ഞാൻ കുക്ക് ചെയ്താൽ അപ്പം തന്നെ ഞാൻ അങ്ങനെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ കുക്ക് ചെയ്താൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പണ്ടേ അങ്ങനെയാണ്. എനിക്ക് അതും ഇപ്പം ലൈക്ക് കുറേ മാറി. പണ്ട് ഞാൻ കുക്ക് ചെയ്താൽ ഞാൻ കഴിക്കത്തോലുമില്ല, ഞാൻ കുക്ക് ചെയ്ത ഒന്നും. പക്ഷേ ഇപ്പം അങ്ങനെയില്ല. വിശന്നൊക്കെ ഇത് പിന്നെ ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ട് ഞാൻ കഴിച്ചല്ലോ, എന്നിട്ടാണല്ലോ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എനിക്ക് വിശപ്പും ഇല്ല, അതുകൊണ്ടും കൂടെ ആവാം. പക്ഷേ ഇന്നെന്തായാലും ഞാൻ കഴിക്കുന്നില്ല. ചൂടാറിയിട്ട് എന്തായാലും എടുത്ത് വെക്കണം. ലൈറ്റ് ഇല്ലല്ലോ, ഇവിടെ ഇരുട്ട് തുടങ്ങി. എനിക്ക് ലൈറ്റ് ഇടാൻ കുറച്ച് മടിയുണ്ട്, അതുകൊണ്ടാണ്. പിന്നെന്താ, ഇന്നിനിയും ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ എടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. നാളെ ഇനി കോളേജിൽ പോകും. അവിടെ നിന്ന് എന്തെങ്കിലും ഇന്ന് കോളേജിൽ ആക്ച്വലി കുറേ എടുക്കാനുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് പോയി ഫുഡ് വാങ്ങിച്ചു കഴിച്ചു. അതൊന്നും ഞാൻ ഷൂട്ടേ ചെയ്യില്ല, ഞാൻ മറന്നേ പോയി ഷൂട്ട് ചെയ്യാൻ. പിന്നെന്താ, ഇന്നിനി ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. എനിക്ക് തോന്നുന്നു നാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നാളെയും കൂടെ കാണിച്ചിട്ട് ചിലപ്പോൾ നാളെ എൻഡ് ചെയ്യാം. അല്ലെ ഈ വീഡിയോ അല്ലെങ്കിൽ ലോങ് ആയി പോകത്തില്ല. പക്ഷേ ഇത്രയും നേരമൊക്കെ ആർക്കായിരുന്നു കാണാൻ തോന്നുന്നത്? നിങ്ങളിതൊക്കെ 2x കണ്ടാൽ മതി കേട്ടോ. ഞാനും എല്ലാം 2x കാണുന്നത്. എനിക്കിത് ചെയ്യുമ്പോൾ ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, നാളെ കാണാം. തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാണ്. ഞാൻ ഇടയ്ക്ക് കുറേയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇവിടെ നോക്കുക കുറച്ച് ക്ലിപ്സായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. സോ ഈ ഒരു വീക്കിലെ വ്ളോഗ് ഐ തോട്ട് ഐ എൻഡ് ഇറ്റ് ഹിയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഓൾ സൂൺ വിത്ത് അനദർ വീഡിയോ. ബൈ.